ദുബായ് CSI സഭാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അയ്യോ, ഞാൻ ഇച്ചേനോട് പറഞ്ഞതാ എനിക്ക് ഈ വീട്ടിൽ താമസിക്കുവാൻ പറ്റുകയില്ലെന്ന്. വയസ്സായ ആളെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ മാത്രം അറിയാം. ഏതു നേരം നോക്കിയാലും ഇവിടത്തെ അപ്പച്ചൻ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. എന്ത് ചെയ്യാനാ? എന്റെ അപ്പനെയും അമ്മയെയും കൂടപ്പിറപ്പിനെയും ഒക്കെയും ഉപേക്ഷിച്ചിട്ടാണല്ലോ ഞാൻ ഇച്ചേന്റെ കൂടെ ഇറങ്ങി വന്നത്. ഈ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് പള്ളിയിലെ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. ഹലോ, അച്ഛനാണോ? ഹലോ, അച്ഛനല്ല, കപ്പേരാണ്. അച്ഛൻ ഒന്ന് കൊടുക്കാമോ? ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുക്കാറുണ്ട്. ഇന്ന് രാവിലെയും കൂടി ഒന്ന് കൊടുത്തതേ ഉള്ളൂ. ഇനി രാത്രി ആവട്ടെ. അതല്ല, ഫോൺ കൊടുക്കാനാ പറഞ്ഞത്. അച്ഛൻ വരുന്നത് വരെ നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. എടോ കപ്പേരെ, തന്റെ മണിയടി അങ്ങ് പള്ളിയിൽ മതി. അത് എന്റെ അടുത്ത് കാണിച്ചാൽ തന്റെ ക്രിമികടി ഞാൻ മാറ്റിത്തരും. അയ്യോ വേണ്ട വേണ്ട, ദേ അച്ഛൻ വരുന്നു. ഹലോ, ആരാ ഇത്? അച്ഛാ, ഞാൻ തോമയുടെ വീട്ടിൽ നിന്നും വിളിക്കുക. തോമയുടെ മരുമകളാ. എന്താ മോളെ ഈ നേരത്ത്? അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അച്ഛാ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വരണം. ഇവിടത്തെ അപ്പച്ചന് കുറച്ചു ദിവസം കൊണ്ട് സുഖമില്ല. എന്ത് പറ്റിയതാ അപ്പച്ചന്? അറിയില്ല അച്ഛോ, പല നേരത്തും പല സ്വഭാവമാ. ആ ശരി മോളെ, എന്നാൽ ഞാൻ അവിടം വരെ വരാം. ഹലോ, ഇവിടെ ആരുമില്ലയോ? ഇവിടെ ആരുമില്ലയോ? കപ്പേരെ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ അച്ഛാ, ഇതെന്തൊരു സാധനം? കപ്പേരെ, അടുത്തേക്കൊന്നും പോകരുത്. ഈ സാധനം ചിലപ്പോൾ കടിക്കുമെന്നാ തോന്നുന്നത്. ഇവിടെ ഈ കസേരയിൽ ഇരിക്കുന്ന എന്നെ നോക്കി ആരുമില്ല എന്ന് ചോദിക്കുന്നത് ആരടാ അത്? അയ്യോ, തോമാച്ചായോ? ഞാൻ അച്ഛനാ. ആരുടെ അച്ഛൻ? തോമാച്ചായോ? ഞാൻ പള്ളിയിൽ അച്ഛനാടോ. അയ്യോ ക്ഷമിക്കണം അച്ഛാ, എന്റെ കണ്ണ് നേരെ പിടിക്കുന്നില്ല, അതുകൊണ്ട് മനസ്സിലായില്ല. അയ്യോ അച്ഛോ, ഓടിക്കോ, ഈ മനുഷ്യന് ഭ്രാന്താണ്. അച്ഛാ, ഈ അപ്പച്ചൻ കുറച്ചു ദിവസം കൊണ്ട് ഇങ്ങനെയാ. പണ്ട് നാടകവും മിമിക്രിയും എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ പറ്റിയതാന്ന് തോന്നുന്നു. ഓരോ സമയത്തും ഓരോ കഥാപാത്രമായി മാറും. ദേഹ ഉപദ്രവമൊന്നുമില്ല. ഞാൻ കുടുംബത്തിൽ കയറി വന്നിട്ട് 6-7 വർഷമായി. ഇതാണ് ഇവിടത്തെ സ്ഥിതി. ഇവിടത്തെ അമ്മച്ചി വലിയ ദൈവഭക്തിയുള്ള സ്ത്രീയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടായിരിക്കും അമ്മച്ചി നേരത്തെ ഫോട്ടോയിൽ കയറിയത്. എന്റെ അമ്മേ, ഒരു പാമ്പിനെ കിട്ടുന്നെങ്കിൽ മൽപിടുത്തം പിടിക്കാമായിരുന്നോ? ദേ കണ്ടോ? അയ്യോ, ഈ പെണ്ണിനുൾപ്പെടെ എല്ലാത്തിനും വട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതൽ നേരം നിന്നാൽ നമുക്കും വട്ടാകും എന്നാ തോന്നുന്നത്. മോളെ, നിന്നെ സമ്മതിക്കണം. ഇവിടെ പ്രാർത്ഥനയൊക്കെ മുറ പോലെ നടക്കുന്നുണ്ടോ? ഇവിടെ പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലുമൊക്കെ വരാറുണ്ടോ? ഓ, തന്നെ വരുമച്ച. അവര് ഈ പടികടക്ക് മുമ്പ് തന്നെ ഇങ്ങേർക്ക് ഈ അസുഖം ഇളകും.
അവർ 100-110 സ്പീഡിൽ ഓടിത്തള്ളും. ഇവിടെ പ്രാർത്ഥനയും ഭക്തിയും ഒന്നും ആർക്കും ഇഷ്ടമില്ല. ഇവിടെ വന്നതിനു ശേഷം എനിക്കും അത് ഇല്ലാതായി. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വളരെ പേഴ്സണലായിട്ട് പറയാ. ഒന്നാ മല കയറി പോകുന്നു, അവിടുന്ന് തലയും കുത്തി തോമയിതാ പോകുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അച്ഛന് സുഖമാണോ? എന്റെ തലയിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നി അച്ഛാ. അച്ഛാ, എൻ്റെ തലയിൽ നിന്നും എന്തോ ഇറങ്ങിപ്പോയെന്ന് തോന്നി. കപ്പ്യാരെ, ഇതൊക്കെ പിശാചിന്റെ തന്ത്രങ്ങളായിരുന്നു. ദൈവമേ, എന്റെ കുടുംബത്തെയും രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. അയ്യോ മോളെ, മോളെ. ഭയപ്പെടേണ്ട, അവളുടെ ശരീരത്തിൽ നിന്നും പിശാച് നീങ്ങിയതാണ്. മകൻ ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് എത്ര നാളായി? ഇപ്പൊ വന്നു പോയിട്ട് 2 മാസമാകുന്നതേ ഉള്ളു. അവിടെ അവനും ജോലി നഷ്ടമായെന്നാ കേട്ടത്. ഹലോ ഹലോ മോളെ, ഞാൻ അമ്മയാണ്. ഹലോ അമ്മേ, എത്ര നാളായി എന്നെ വിളിച്ചിട്ട്? എല്ലാം മറന്നു എന്നെ വിളിച്ചില്ലേ? അത് മതി അമ്മേ. ഇവിടെ ഈ വീട്ടിലെ പല അത്ഭുതങ്ങളും നടന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു അമ്മയാകാൻ പോകുന്നു. ആ മോളെ, ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. ശരി അമ്മേ. അമ്മേ, എനിക്കൊരു ഫോൺ വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഇച്ചായനാണെന്ന് തോന്നുന്നു. ഹലോ. എടി മേഴ്സി മോളെ, എനിക്ക് നല്ല ജോലി ശരിയായി, നല്ല സാലറി ഉണ്ട്. ആണോ ഇച്ചായ? എനിക്ക് സന്തോഷമായി. ഇച്ചായ, നമ്മുടെ നീണ്ടകാലത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചു. നമുക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. ആഹാ, അതേ മോളെ. ഇച്ചായ, ദേ ഇവിടെ ചർച്ചിലെ അച്ഛനുണ്ട്, ഒന്ന് സംസാരിക്കൂ. ആ മോനെ, ഞാൻ അച്ഛനാണ്. ദുബായില് ചർച്ചിലൊക്കെ നീ പോകാറുണ്ടോ? ഞാൻ ദുബായ് എത്തിയിട്ട് 6-7 വർഷമായി. ഞാൻ ഇതുവരെയും ഇവിടുത്തെ ചർച്ചിൽ പോയിട്ടില്ല. ഞാൻ ദുബായിലെ അച്ഛൻ്റെ നമ്പർ മോളുടെ കയ്യിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ശരി അച്ഛാ. ശരി മോളെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി അച്ചോ, അങ്ങനെ ആകട്ടെ. ഹലോ ഹലോ, ദുബായ് CSI സഫയിലെ അച്ഛനാണോ? അതെ, സംസാരിക്കുന്നത് ദുബായ് CSI സഭയിലെ അച്ഛനാണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ജെയിംസ്. നാട്ടിൽ ഞങ്ങളുടെ ചർച്ചിലെ അച്ഛനാണ് ഫോൺ നമ്പർ തന്നത്. ഓ, ശരി ശരി. നിങ്ങൾ സുഖമായിരിക്കുന്നോ? ദുബായിയുടെ ഏത് ഭാഗത്താണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നത്? ഞാനിവിടെ ബർദുബായിലാണ് താമസിക്കുന്നത്. ഓ, ശരി ശരി. നമുക്കിവിടെ ദുബായിൽ ഊതുമേത്തയിലുള്ള ഹോളി ട്രിനിറ്റി ചർച്ചിൽ വച്ചാണ് ആരാധന നടക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണി മുതൽ സഭാ ആരാധനയുണ്ട്. സഭാ ആരാധനയ്ക്ക് ശേഷം സൺഡേ സ്കൂളും യുവജന സഖ്യവും സ്ത്രീജന സഖ്യവും ഒക്കെ നാട്ടിലുള്ളതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ VBS കഴിഞ്ഞതേയുള്ളൂ. സമയമുള്ളപ്പോൾ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളിയിൽ വരണം. ഞാനിപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ ദാനമാകുന്ന ഈ ജീവിതം
ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ ഒരുമിച്ച് ചേർന്നുള്ള അനുഭവങ്ങളാണല്ലോ പ്രദാനം ചെയ്യുന്നത്. നാഥ, ഈ വാത്സല്യ കുടുംബത്തെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അളവില്ലാത്ത കൃപകളെ നൽകി അവരെ അവിടുന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം സ്നേഹത്തോടുകൂടെ ജീവിപ്പാൻ അവിടുന്ന് ഇനിയും ശക്തീകരിക്കണമേ, ആത്മാവിൽ ബലപ്പെടുത്തണമേ. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ഓക്കെ, ശരി അച്ഛാ, ഞാൻ ചർച്ച വരാം. ശരി ശരി ശരി, അങ്ങനെ ആകട്ടെ. അടുത്ത സഭാ ആരാധനയിൽ നമുക്കൊരുമിച്ച് കാണാം. ഹലോ ഹലോ. എടി മോളെ, ഞാനിവിടുത്തെ ചർച്ചിൽ പോയിരുന്നു. അവരെല്ലാം സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്തു. നിങ്ങൾ ആരും മുടങ്ങാതെ ചർച്ചിൽ പോകണം കേട്ടോ. ആ പിന്നെ എൻ്റെ ബോസ് വിളിക്കുന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി ഇച്ചായ. മാസങ്ങൾക്ക് ശേഷം മോളെ, നിന്റെ പപ്പയും അമ്മയും ചേച്ചിയും ദേ വരുന്നു. അങ്ങനെ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമായി. ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കൃപകടാക്ഷം നേടണേ, വരപ്രസാദം നൽകണേ. കരുണയും കരം നീട്ടി കരുതലും നടത്തേണമേ. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു. ക്ഷമിച്ചും സഹിച്ചും ഒരുമയോടെ വിശ്വസ്തരായിടുവാൻ. ക്ഷമിച്ചും സഹിച്ചും ഒരുമയോടെ വിശ്വസ്തരായിടുവാൻ. സ്നേഹമോടുള്ള നിറഞ്ഞെന്നും ആശയുടെ ഗാനങ്ങൾ പങ്കിടുവാൻ. സ്നേഹമോടുള്ള നിറഞ്ഞെന്നും ആശയുടെ ഗാനങ്ങൾ പങ്കിടുവാൻ. ആത്മവൽവരദായക നിന്റെ ഭാവം നൽകണേ. വചനമനുസരിച്ചൂടി നിലനിൽപ്പാൻ കൃപയേകണേ. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദുബായ് CSI സഭാംഗങ്ങൾ അവതരിപ്പിച്ച ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല എന്ന ലഘുനാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.